Hi, welcome you all for the discussion of botany, Great Indian Battle for King's 11 Batch. മക്കളെ കിങ്സ് 11 ബാച്ചിന് വേണ്ടിയിട്ടുള്ള GIBയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. നമുക്ക് രണ്ട് സെക്ഷൻസ് ആയിട്ട്, അതായത് 35 ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷൻ എയും അതുപോലെ 15 ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷൻ ബിയുമായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ 50 ക്വസ്റ്റ്യൻസിൽ 50 ചോദ്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായ ചോദ്യങ്ങളായിരുന്നു. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ്. നമുക്ക് സെക്ഷൻ എയിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. മക്കളെ, ഇതിൽ ആദ്യം നമ്മൾ നോക്കുമ്പം കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണാം. ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു യൂസ് എ മോർ സയൻറ്റിഫിക് അപ്രോച്ച് ഫോർ ക്ലാസിഫിക്കേഷൻ വാസ് ഡൺ ബൈ ലിനേയസ്. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആദ്യത്തെ സയൻറ്റിഫിക് അപ്രോച്ച് വളരെ കാര്യക്ഷമമായിട്ട് നടത്തിയത് ഈ ലിനേയസ് അല്ല, അതിനു പകരം അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ കിങ്ഡം അനിമേലിയ ഇസ് ത്രൂ ഇൻജക്ഷൻ ഓഫ് ഫുഡ് ദാറ്റ് ഇസ് ഹോളോസോയിക്. അപ്പോൾ ആനിമൽ കിങ്ഡത്തിൻ്റെ ന്യൂട്രീഷൻ ഹോളോസോയിക്, സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ചതച്ചരച്ച് ഉള്ളിൽ വെച്ച് ഡൈജഷൻ നടക്കുന്നു. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ കമ്പയർഡ് ടു അതർ ഓർഗാനിസം ബാക്ടീരിയ ഷോസ് മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൊണീറയിൽ വരുന്ന ബാക്ടീരിയയാണ് ഏറ്റവും മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം വരുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ. അത് മിസ്റ്റേക്കാണ്, അത് കിങ്ഡം മൊണീറയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ചോദ്യം ഇതാണ്, ഇതിൽ ഇൻകറക്റ്റ് ഏതാന്നാണ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ആദ്യത്തതും ഇൻകറക്റ്റാണ്, അവസാനത്തതും ഇൻകറക്റ്റാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റേ കറക്റ്റ് ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 2. അപ്പം രണ്ടാമത്തെയാണ് കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഫൗണ്ട് ഇൻ എക്സ്ട്രീം സലൈൻ കണ്ടീഷൻസ്? അതായത് നന്നായിട്ട് ഉപ്പുള്ള കണ്ടീഷൻസിൽ കാണുന്നത് ആർക്കെ ബാക്ടീരിയ ആണ്. ആ ആർക്കെ ബാക്ടീരിയയിൽ ആരാന്നുള്ളതിൽ ഒരു കൺഫ്യൂഷനും നമുക്കില്ല. ഹാലോഫൈൽസ് ആണ്. അതേസമയം തെർമോ ആസിഡോഫൈൽസ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. മെത്തനോജൻസ് മീഥെയിൻ പ്രൊഡ്യൂസേഴ്സ് ആണ്. അതുപോലെ യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സാധാരണ ബാക്ടീരിയ. മക്കളെ, നമ്മൾ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ആ മാച്ച് ദ ഫോളോയിങ്ങിൽ സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ പാരമീസിയാണ്. അപ്പോൾ A4R ആണ്. അപ്പോൾ A4R രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തേലേക്ക് നോക്കാം. അമീബോയിഡ് പ്രോട്ടോസോവൻസിൻ്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പോകുന്നത് എൻഡമീബിയാണ്. അപ്പോൾ B4P നമുക്ക് ഉറപ്പിക്കാം മൂന്നാമത്തെ ഓപ്ഷനാണ്. കാരണം C എന്ന് പറയുന്നത് Q ആണ്, പ്ലാസ്മോഡിയം. D എന്ന് പറയുന്നത് ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ട്രിപ്പനോസോമയാണ്. അപ്പം മൂന്നാമത്താണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നാലാമത്തെ മക്കളെ, എസെക്ഷൽ സ്പോർസ് ഓഫ് ഫംഗസ്. ഫംഗസിൻ്റെ എസെക്ഷൽ സ്പോറിൻ്റെ പ്രത്യേകത എന്ത്? അപ്പോൾ ഫംഗസിൻ്റെ എസെക്ഷൽ സ്പോറിൻ്റെ പ്രത്യേകത, അതിൽ കൊണീഡിയ വരുമെന്ന് ചോദിച്ചാൽ കൊണീഡിയ വരും, പക്ഷേ ആസ്കോസ്പോർ സെക്ഷൽ സ്പോറാണ്. സ്പൊറാൻജിയോസ്പോർസ് വരും, പക്ഷേ ബെസിരിയോസ്പോർസ് സെക്ഷൽ സ്പോറാണ്. സൂസ്പോർസ് വരും, പക്ഷേ ഊസ്പോർ സെക്ഷൽ സ്പോറാണ്. കൊണീഡിയ വരും, സ്പൊറാൻജിയോസ്പോർസ് വരും, സൂസ്പോർസ് വരും. അങ്ങനെയാണെങ്കിൽ നാലാമത്തതല്ലേ കറക്റ്റ്. അപ്പോൾ ഇത് മൂന്ന് പേരുമാണ് എസെക്ഷൽ സ്പോർ എന്ന് പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ചോദ്യം ഫ്രൂട്ടിംഗ് ബോഡി ഫോർമേഷൻ ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. മക്കളെ, ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ സമയത്ത് ഉണ്ടാവുന്നത് ആർക്കൊക്കെയാണ് എന്നാണ്. അപ്പം കൃത്യമായിട്ട് ഫ്രൂട്ടിംഗ് ബോഡി വരുന്നത് ഏതാ എന്ന് ചോദിച്ചാൽ, ഒന്ന് ആസ്കോകാർപ്പിൽ കൃത്യമായ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ആസ്കോകാർപ്പ്. അതേപോലെ ബെസിഡിയോകാർപ്പ് കൃത്യമായ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അപ്പോൾ ഈ രണ്ട് വരുന്ന ഗ്രൂപ്പ് നോക്കിയാൽ പോരെ. ഈ രണ്ട് ഗ്രൂപ്പ് വരുന്നത് ആസ്കോമൈസീസും ബെസിഡിയോമൈസീസും ആണ്. സോ 1 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. അതേസമയം ഫൈക്കോമൈസീറ്റ്സിൽ അത് വരുന്നുണ്ടോ? കൃത്യമായ ഫ്രൂട്ടിംഗ് ബോഡി വരുന്നില്ല. ഡിറ്റ്യൂറോമൈസീറ്റ്സിലും ഇല്ല. ഓക്കെ ആണോ? അപ്പോൾ പിന്നെ ഏതാ കറക്റ്റ് ആൻസർ? 1 തന്നെയല്ലേ. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. അത് നമ്മൾ സെൽ സൈക്കിളിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. DNA ഇനീഷ്യൽ എമൗണ്ട് 2 സെൻറ്റിമോർഗ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ S ഫേസ് കഴിഞ്ഞാൽ എത്രയായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം
നമ്മൾ ഏറ്റവും ആദ്യത്തെ ഫേസാണ് G1 ഫേസ്. അത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരുന്നത്, എസ് ഫേസ് വരുന്നത്. അപ്പം നോക്കുക, G1 ഫേസിൽ ഡിസിഷൻ എടുക്കും, എസ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്, DNA റിപ്ലിക്കേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് G2 ഫേസിലേക്കല്ലേ നമ്മൾ പോവുക, അതെ G2 ഫേസിലേക്കാണ് നമ്മൾ പോവുക അല്ലേ, ശരിയല്ലേ, യെസ്. അതിന് ശേഷമാണ് എം ഫേസിലേക്ക് പോകുന്നത്. അപ്പോൾ എസ് ഫേസിൽ വെച്ചിട്ടാണ് DNA ഡബിൾ ചെയ്യുക, എസ് ഫേസിൽ വെച്ചിട്ട് DNA ഡബിളിങ് നടക്കും. ഓക്കെ, എസ് ഫേസിൽ വെച്ച് DNA ഡബിൾ ചെയ്യും. അപ്പോൾ ഡബിളിങ് ഓഫ് DNA നടക്കുന്നതുകൊണ്ട് 2 സെൻറ്റിമോർഗൻ അത് ഇരട്ടിക്കുകയല്ലേ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, 4 സെൻറ്റിമോർഗൻ അല്ലേ, യെസ്. വീണ്ടും നോക്കാം മക്കളെ, 7ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഏത് വർഷത്തിലാണ് വിറ്റേക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? അത് പിന്നെ ആർക്കൊരു കൺഫ്യൂഷൻ ഇല്ല, 1969 മക്കളെ, 1969 ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോഴും ഒരു കറക്റ്റ് ആണോ എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്കാണ്. നോട്ട് കറക്റ്റ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആർ ദ മോസ്റ്റ് അബണ്ടന്റ്. അത് കറക്റ്റ് അല്ലേ മക്കളെ, യെസ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്ക്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യും, നൈട്രേറ്റും അമോണിയം, എന്നിട്ട് ആ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ATP ഉണ്ടാക്കും. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്ടീരിയ ഫേവറബിൾ കണ്ടീഷനിൽ സ്പോർ ഉണ്ടാക്കും എന്ന് പറയുന്നു. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എപ്പോഴും അൺഫേവറബിൾ കണ്ടീഷൻ, നോക്കൂ മക്കളെ, അൺഫേവറബിൾ കണ്ടീഷനിലാണ് അത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് 3ാമത്തതല്ലേ മക്കളെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, 3ാമത്തതല്ലേ മക്കളെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, യെസ്. 9ാമത്തെ ചോദ്യം നോക്കൂ മക്കളെ, 9ാമത്തെ ചോദ്യം, സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ചോദിച്ചാൽ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം ഫംഗസ് റൂട്ടുമായിട്ടുള്ള ബന്ധത്തെ മൈക്കോറൈസ എന്നാ വിളിക്കുക. കോറലോയിഡ് റൂട്ട് സൈക്കസുമായിട്ടാണ്. ബ്ലൂ ഗ്രീൻ ആൽഗിയാണ് BGA. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 1. മക്കളെ വീണ്ടും 10ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ 10th ക്വസ്റ്റ്യൻ. മക്കളെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ ലൈക്ക് ക്രോമസോമിൻ്റെ നമ്പർ, ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, ക്രോമസോമിൻ്റെ ബിഹേവിയർ, ഇതെല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതാ കറക്റ്റ് ആൻസർ? നമുക്ക് ക്രോമസോമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ സൈറ്റോടാക്സോണമിയാണ് കറക്റ്റ് പറയേണ്ടത്. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എല്ലാ ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. അതല്ല, കീമോ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടാക്സോണമി നമുക്കില്ല ശരിക്കും. അപ്പോൾ മക്കളെ, അത് സൈറ്റോടാക്സോണമിയാണ്. വീണ്ടും 11ാമത്തെ ചോദ്യം നോക്ക്. ഡ്യൂറിങ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയം, ഓക്കെ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ബ്രൗൺ ആൽഗയ്ക്ക് സൂസ്പോസ് ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ പ്രത്യേകത ദാ ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ്. അതിൽ 2 ഫ്ലജല്ലി ഉണ്ട്. അപ്പോൾ പയറിൻ്റെ ആകൃതിയിലാണ് 2 ഫ്ലജല്ലി ഉണ്ട്. അപ്പോൾ 2 ഫ്ലജല്ലി ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതാ 2 ഫ്ലജല്ല, ദ പിയർ ഷേപ്ഡ്. അപ്പം 4ാമത്തെ അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 4ാമത്തെ അല്ലേ കറക്റ്റ് ആൻസർ? എക്സാക്ട്ലി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 12ാമത്തെ ചോദ്യം. ലിവർ വേർഡ്സ് എസെക്ഷലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ എസെക്ഷലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് മക്കളെ ജെമ്മെ. ജെമ്മെ എന്ന് പറഞ്ഞാൽ കപ്പ് ലൈക്ക് സ്ട്രക്ചർ, അത് എസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അതേപോലെ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ രണ്ടും ഉണ്ട്. പക്ഷെ പ്രോട്ടോണിമസ് സെക്ഷൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ? ബോത്ത് 1ഉം കറക്റ്റാണ്, 2ഉം കറക്റ്റാണ്. 4 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. 13ാമത്തെ ചോദ്യം നോക്കുക. അഡിയാൻഡം ടെറിഡോഫൈറ്റ് ആണെന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. വാക്കിംഗ് ഫേൺ, അത് ടെറിഡോഫൈറ്റിലെ ഏത് ഗ്രൂപ്പിലാണ് ഉണ്ടാവുക എന്നാണ്. ലൈക്കോപ്സിഡ എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്രൂപ്പല്ലേ? ആദ്യത്തെ ഗ്രൂപ്പ് സിലോപ്സിഡിയാണ്, അതിൽ സൈലോട്ടോ ആണ്. 2ാമത്തെ നോക്കുക മക്കളെ ലൈക്കോപ്സിഡിയാണ്, അതിൽ സെലാജിനിലൊക്കെയാണ്. സ്പിനോപ്സിഡ, ടിറോപ്സിഡ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? ടിറോപ്സിഡിയാണ്. ഇതിനെയല്ലേ നമ്മൾ ഫേൺസ് എന്ന് വിളിക്കുക? അതെ, ഇതിനെയാണ് നമ്മൾ ഫേൺസ് എന്ന് വിളിക്കുന്നത്. ആരെ? ടിറോപ്സിഡേനെ. അപ്പോൾ അതിലല്ലേ അഡിയാൻഡം വരുന്നത്?
എക്സാക്ട്ലി. 14ാമത്തെ ചോദ്യം നോക്കും മക്കളെ, പൈനസ് സൈക്കസുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? മക്കളെ പൈനസിന്റെ വ്യത്യാസം പറഞ്ഞാൽ പൈനസ് ബ്രാഞ്ച്ഡ് ആണ്, പക്ഷെ സൈക്കസ് അൺബ്രാഞ്ച്ഡ് ആണ്. അപ്പോൾ അത് കറക്റ്റാണ് മക്കളെ. അതേപോലെ പൈനസ് മൊണീഷ്യസ് ആണ്, അതേസമയം സൈക്കസ് ഡൈഷ്യസ് ആണ്. പപ്പ വേറെ മമ്മി വേറെ. 3ാമത്തെ നോക്കും, മൈക്കോറൈസ പൈനസിന്റെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് ദീസ് അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? എക്സാക്ട്ലി. 15ാമത്തെ ചോദ്യം നോക്കുക, ഐസോഗ്യാമസ് ആണ്. അപ്പം നമ്മൾ ആൽഗയുടെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പം 3 ടൈപ്പ് ആൽഗകളുണ്ട്. ഐസോഗാമി, അനൈസോഗാമി, ഊഗമി. അതിൽ നമുക്ക് ഈ പറയുന്ന ഫ്യൂക്കസിനെ ആദ്യം തട്ടാം, അത് ഊഗമിയാണ്. വോൾവോക്സിനെ തട്ടാം, അത് ഊഗമിയാണ്. അനൈസോഗാമിയാണ് യുഡോറിന. അപ്പം മക്കളെ ഐസോഗാമി വിത്ത് നോൺ ഫ്ലജലേറ്റഡ് സ്പൈറോഗൈറി ആയിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. യെസ്. 16ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ മാച്ചിങ് ആണ്. അപ്പോൾ ആ മാച്ചിങ്ങിൽ കൈറ്റിൻ ഏതാ ആർക്ക കാണുക എന്ന് ചോദിച്ചാൽ ഈ ഫംഗസിൻ്റെ പ്രത്യേകതയാണ് കൈറ്റിൻ. അപ്പോൾ എ എന്ന് പറയുന്നത് 4 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ B3 ആണോ നോക്കിയാൽ മതി. സ്പൈറോഗൈറ എന്ന ഗ്രീൻ ആൽഗിൽ പൈറിനോയിഡ്സ് കാണും, കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ C1 ആണോ നോക്ക്, ലാമിനാരിനും മാനിറ്റോളും സർഗാസത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് റെഡ് ആൽഗയുടെ പ്രത്യേകതയാണ്. അപ്പം നമ്മുടെ പോളിസൈഫോണിയ. ഇതെല്ലാം കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3യിൽ മാത്രമാണ്. സോ 3 ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ 17ാമത്തെ ചോദ്യം നോക്ക്, ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് നോട്ട് ഫൗണ്ട് ഇൻ. കാണാത്തത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. മക്കളെ മാർക്കാൻഷ്യൽ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ് ആണ്. അപ്പം മാർക്കാൻഷ്യ ബ്രയോഫൈറ്റ് ആണ്. ഈ ബ്രയോഫൈറ്റിൻ്റെ പ്രത്യേകത നോക്കടാ. ഈ ബയോഫൈറ്റിൻ്റെ പ്രത്യേകതയിൽ എന്ത് പ്രത്യേകത നമ്മൾ പറയാം? ബ്രയോഫൈറ്റിൻ്റെ ഗെമിറ്റോഫൈറ്റ് ദോണ്ട് ഇങ്ങനെയാണ്, അതിന് സ്പോറോഫൈറ്റ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഗെമിറ്റോഫൈറ്റിന് ഞാൻ ഹാപ്ലോയിഡ് എന്ന് കാണിക്കാം, ഓക്കെ. അതേസമയം സ്പോറോഫൈറ്റിന് ഞാൻ ഡിപ്ലോയിഡ് എന്ന് കാണിക്കാം. അപ്പോൾ ഇത് ഡിപ്പെൻഡൻ്റ് അല്ലേ? അപ്പം മാർക്കാൻഷ്യ ഇതിൽ വരുമോ? മാർക്കാൻഷ്യ ഇതിൽ വരുമോ? ഇല്ല. മാർക്കാൻഷ്യ, പോളിട്രൈക്കം, അതേപോലെ ഫ്യൂണേറിയ, ഇതൊക്കെ ബ്രയോഫൈറ്റ്സ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദീസ് അല്ലേ മക്കളെ? മാർക്കാൻഷ്യയുടെ കേസിലാണെങ്കിൽ ദോണ്ട് ഇങ്ങനെയാണ് മാർക്കാൻഷ്യ കിടക്കുന്നത്. അതിൽ സ്പോറോഫൈറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ കാണും, ഓക്കെ, ഇവിടെ തന്നെ കാണും. അപ്പോൾ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ഒന്നിച്ചാണ് കാണുക. ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ഒന്നിച്ചാണ് കാണുക. അപ്പോൾ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ഒന്നിച്ച് കാണുന്നതുകൊണ്ട് ഇതിൻ്റെ പുറകിലായിട്ടാണ് കാണുക. കണ്ടോ? ഇതിൻ്റെ പുറകിലായിട്ടാണ് മക്കളെ കാണുക. ഇതിൻ്റെ പുറകിലായിട്ടാണ് സ്പോറോഫൈറ്റ് കാണുക. അപ്പോൾ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ഒന്നിച്ച് കാണും. ഇത് മാർക്കാൻഷ്യയുടെ കേസിലാണ്. ഇത് മാർക്കാൻഷ്യയുടെ കേസിൽ ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ഒന്നിച്ച് കാണും. അപ്പോൾ എല്ലാത്തിലും ഹാപ്ലോയിഡും ഡിപ്ലോയിഡും ഒന്നിച്ചാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സ്പോറോഫൈറ്റിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പം 4ാമത്തെ ഓൾ ഓഫ് ദീസ് ആണ് മക്കളെ കറക്റ്റ്. ലെറ്റ്സ് മൂവ് ടു ദ 18th ക്വസ്റ്റ്യൻ. 18ാമത്തെ ചോദ്യം നോക്കൂ മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ്. മക്കളെ ടെറിഡോഫൈറ്റിൽ ഹോസ്റ്റൈൽസും ഫേൺസും ഉണ്ട്. ഇപ്പം ടെറിഡോഫൈറ്റ്സിൽ സ്ഫിനോപ്സിഡയിൽ ഹോസ്റ്റൈലും ഉണ്ട്, ഫേൺസും. അത് കറക്റ്റാണ്. നമുക്ക് ഇൻകറക്റ്റാണ് വേണ്ടത്. ടെറിഡോഫൈറ്റിലെ മെയിൻ പ്ലാൻ ബോഡി ഗെമിറ്റോഫൈറ്റ്, അത് ശരിയാണോ? അത് തെറ്റല്ലേ മക്കളെ? അത് തെറ്റല്ലേ? ഇത് കറക്റ്റാണ്. പക്ഷേ ടെറിഡോഫൈറ്റിലെ മെയിൻ ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. അപ്പോൾ അതൊരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ ആണോ? യെസ്. 3ാമത്തെ ഓപ്ഷൻ നോക്കും മക്കളെ. സെലാജിനെല്ല ആൻഡ് സാൽവിനി ആർ ഹോമോസ്പോറസ് ആണ്. സെലാജിനെല്ലയും സാൽവിനിയും ഹോമോസ്പോറസ്. അതിൽ ഒരു തർക്കവും വേണ്ട, അത് തെറ്റാണ്. 2 പേരും എട്രോസ്പോറിയയുടെ എക്സാമ്പിളാണ് മക്കളെ. 2 പേരും എട്രോസ്പോറിയയുടെ എക്സാമ്പിളാണ്. കണ്ട? ഇനി നോക്കുക, അവസാനത്തെ നോക്കുക. ടെറിഡോഫൈറ്റ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ക്ലാസ്സസ്. കറക്റ്റാണ്. അപ്പം മക്കളെ എയും കറക്റ്റാണ്, ഡിയും കറക്റ്റാണ്. അപ്പം തെറ്റ് ഏതാ? ബിയും സിയും തെറ്റാണ്. ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ബിയും സിയും തെറ്റാണെങ്കിൽ 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പം 3 ആണ് കറക്റ്റ്. ബിയും സിയും മിസ്റ്റേക്കാണ്. ഓക്കെ ആണോ? അപ്പം നമ്മൾ 19th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ന്യൂമാറ്റോഫോഴ്സ് എവിടെയാണ്? മോർഫോളജിയിലേക്ക് കടന്നു. അപ്പം ന്യൂമാറ്റോഫോഴ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത് കണ്ടൽ വനങ്ങളുടെ റൂട്ടിനെയാണ്. ആ റൂട്ടിൻ്റെ പ്രത്യേകത എന്താ? റൂട്ട് മണ്ണിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അതിലിങ്ങനെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്സിന് എന്ത് സംഭവിക്കും? അതിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ റെസ്പിറേഷന് വേണ്ടിയിട്ടല്ലേ? റെസ്പിറേഷന് വേണ്ടിയിട്ടല്ലേ? അതെ. വീണ്ടും മക്കളെ അടുത്ത അടിപൊളി ക്വസ്റ്റ്യൻ നോക്ക്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ്. വീണ്ടും നമ്മളോട് തെറ്റ് മാത്രമാണ് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മൾ തെറ്റെടുത്ത് കഴിഞ്ഞാൽ നോക്കാം. ലീവ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു സ്പൈൻസ്. ഇലകൾ മുള്ളുകളായി മാറി. ഫോർ ഡിഫൻസ് ആസ് ഇൻ കാക്ടസ്, കള്ളിമുൾച്ചെടി. ആൻഡ് ടെൻട്രിൽസ് ഫോർ ക്ലൈംബിങ് ആസ് ഇൻ പീസ്. കറക്റ്റാണ് മക്കളെ, അബ്സല്യൂട്ട്ലി കറക്റ്റാ. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. ഓസ്ട്രേലിയൻ അക്കേഷ്യ. ഓക്കെ, ഇലകൾ സ്മോൾ ആണ്, ഷോർട്ട് ലിവ്ഡ് ആണ്. നമ്മൾ പഠിച്ചതാണ്, കൃത്യമായിട്ട് നമുക്കറിയാം. ഇലകൾ ഷോർട്ട് ലിവ്ഡ് ആണ്. നോക്ക്, പീറ്റിയോളിൻ്റെ മുകളിലായിട്ട് ഇലകൾ ഷോർട്ട് ലിവ്ഡ് ആണ്. കണ്ടോ, കുറച്ചു കാലമേ ഉണ്ടാവുള്ളൂ. ഉണ്ടായ ഉടനെ ഇത് കൊഴിഞ്ഞു വീഴും. കണ്ടോ, കൊഴിഞ്ഞു വീഴുന്നത്. എന്നിട്ട് ആ പീറ്റിയോൾ ഇങ്ങനെ ലീഫിൻ്റെ ഫങ്ഷൻ നടത്തും. അപ്പം നോക്കും അത് കറക്റ്റാണോന്ന്. ദ ലാമിന എന്ത് സംഭവിക്കും? എക്സ്പാൻഡ് ചെയ്യും, ഗ്രീനിഷ് ആവും, എന്നിട്ട് ഫോട്ടോസിൻസ് നടത്തും. തെറ്റല്ലേ മക്കളെ? ലാമിനയാണോ? പീറ്റിയോൾ എന്ന് ടീച്ചർ ഇപ്പോഴല്ലേ പറഞ്ഞത്? ലാമിനയല്ല. അപ്പോൾ മക്കളെ അതല്ലേ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? അതല്ലേ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? പീറ്റിയോളാണ്. ഇത് പീറ്റിയോളാണ്. അപ്പം പീറ്റിയോളാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. പീറ്റിയോളാണ് എന്തായിട്ട് മാറുന്നത്? ഗ്രീനിഷ് ആയിട്ട് മാറുന്നത്. പീറ്റിയോളാണ് മക്കളെ ഫുഡ് സിന്തസൈസ് ചെയ്യുക. ഓക്കെ ആണോ മക്കളെ? യെസ്. 21ാമത്തെ ചോദ്യം നോക്ക്. ഫ്ലവേഴ്സ് സൈഗോമോർഫിക് ആയിട്ട് മാറുന്നത്. മക്കളെ, ഫ്ലവേഴ്സ് സൈഗോമോർഫിക് ആയിട്ട് മാറുന്നത് ഏതില്ല? ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി എടുത്താൽ മതി. ഗു കാ പി. കണ്ടോ, ഗു കാപ്പി. അപ്പം ഗു ഫോർ ഗുൽമോഹർ. പലതരത്തിലുള്ള കാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നോക്കൂ, പലതരത്തിലുള്ള ലെമൺ കാപ്പി കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിട്രസ്, അതാണ് ലെമൺ കാപ്പി. അതേപോലെ തന്നെ പലതരത്തിലുള്ള ചായകളും പലതരത്തിലുള്ള കാപ്പികളും കേട്ടിട്ടുണ്ട്. ഗു കാപ്പിയിലെ ഗു എന്ന് പറയുന്നത് ഗുൽമോഹറാണ്. കണ്ടോ? അതേപോലെ കാപ്പിയിലെ കാ എന്ന് പറയുന്നത് കാഷിയാണ്. ഓക്കെ, പി എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ പിന്നെ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? ഗുൽമോഹർ അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ഗുൽമോഹർ അല്ലേ കറക്റ്റ് ആൻസർ? എക്സാക്ട്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 22ാമത്തെ ചോദ്യം. ഏത് സ്റ്റേജിലാണ് മൈറ്റോസിസിൽ ക്രോമസോമിൻ്റെ മോർഫോളജി വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റുന്നത്? ക്രോമസോമിൻ്റെ മോർഫോളജി ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് മെറ്റാഫേസ് സ്റ്റേജിലല്ലേ മക്കളെ? ബാക്കിയുള്ള ഫേസിൽ ക്രോമസോം ഇതേപോലെ നിലനിൽക്കാനായിട്ട് പറ്റുമോ? ക്രോമസോം ഇതേപോലെ നിലനിൽക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അടുത്ത ചോദ്യം നോക്കും മക്കളെ. 23. ഡ്രൂപ്പിൻ്റെ ഫ്രൂട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്? മക്കളെ, ഡ്രൂപ്പിൻ്റെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ഡ്രൂപ്പിൻ്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ആരാ? മാംഗോ ഉണ്ട്, അതേപോലെ തന്നെ കോക്കനട്ട് ഉണ്ട്. ഇതൊക്കെ ഡ്രൂപ്പല്ലേ? എക്സാക്ട്ലി. അപ്പോൾ ഇത് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മോണോകാർപ്പലറി ആണോ? അതെ. സുപ്പീരിയർ ഓവറി ആണോ? അതെ. ഒരു സീഡാണോ? അതെ. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? ബൈകാർപ്പലറി ആണോ മാംഗോ? അല്ല, ഒരു സീഡേ ഉള്ളൂ. മോണോകാർപ്പലറി ആണോ? യെസ്, മോണോകാർപ്പലറി ആണ്. പക്ഷെ മെനി സീഡഡ് അല്ല. ഇവിടെയും മെനി സീഡഡ്. അപ്പോൾ ഒരൊറ്റ ഓപ്ഷനല്ലേ പറ്റുള്ളൂ. 1 സീഡഡ്, മോണോകാർപ്പലറി ആണ്, സുപ്പീരിയർ ആണ്. മക്കളെ, 24ാമത്തെ ചോദ്യം നോക്കി. ഇൻകറക്ട്ലി മാച്ച്ഡ്. വീണ്ടും നമ്മളോട് തെറ്റ് ഒഴിവാക്കാനാണ് പറയുന്നത്. നമ്മളാണെങ്കിൽ അതിൽ എക്സ്പേർട്സും ആണ് അല്ലേ? ടെൻട്രിൽ ഓഫ് പംകിൻ, മത്തൻ അതിൻ്റെ ടെൻട്രിൽ സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ ആണോ? വൈ നോട്ട്? എക്സാക്ട്ലി കറക്റ്റ് ആണ്. ഗോഡ്സ്, അതൊക്കെ ടെൻട്രിലാണ്. യെസ്. അങ്ങനെയാണെങ്കിൽ തോൺസ് സിട്രസിൽ ലീഫ് മോഡിഫിക്കേഷൻ ആണോ? ഞാൻ സമ്മതിക്കില്ല, അത് സ്റ്റെം മോഡിഫിക്കേഷനാണ്. സ്റ്റിൽറ്റ് റൂട്ട് ആണ് മക്കളെ, സ്റ്റില്ലല്ല, സ്റ്റിൽറ്റാണ്. സ്റ്റിൽറ്റ് റൂട്ട് അത് ഷുഗർ കെയിൻ്റെ റൂട്ടാണോ? അതെ, സംശയമില്ല. പ്രോപ്പ് റൂട്ട് ആൽമരത്തിൻ്റെ ആണോ? അതെ. അപ്പോൾ സിട്രസ്, നാരങ്ങയിലെ മുള്ളുകൾ സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്, അത് ലീഫിൻ്റെ മോഡിഫിക്കേഷൻ അല്ല എന്ന് നിങ്ങൾ അറിയണം മക്കളെ. ലെറ്റ്സ് മൂവ് ടു ദ 25th ക്വസ്റ്റ്യൻ. മക്കളെ, സെൽ സൈക്കിളിൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ക്രോമസോമിലെ 2 ക്രോമാറ്റിഡ്സ്, ഇതൊരു മറ്റൊരു ക്രോമസോമിലെ 2 ക്രോമാറ്റിഡ്സ്. ഇത് രണ്ടും
നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. ഇത് രണ്ടും നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. ഓക്കെ ആണോ? ഇത് രണ്ടുമാണ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഇത് രണ്ടുമാണ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. അപ്പോൾ ചോദ്യം എന്താ? അവർ ക്രോസിംഗ് ഓവറിൻ്റെ സമയത്ത് അവരുടെ സെഗ്മെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആര് തമ്മിലാണ്? നോൺ സിസ്റ്റർ ആണോ സിസ്റ്റർ ആണോ? ഒരു സംശയമില്ല, നോൺ സിസ്റ്റർ. അവർ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. അത് ഏത് സമയത്താണ് ക്രോസിംഗ് ഓവർ? ഇത് ക്രോസിംഗ് ഓവർ അല്ലേ? അപ്പം ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഏത് സമയത്താണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ പറയേണ്ടത് അത് പാക്കറ്റീൻ സ്റ്റേജിൽ വെച്ചിട്ടാണ്. മക്കളെ, അത് ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ്? പാക്കറ്റീൻ സ്റ്റേജിൽ വെച്ചിട്ടാണ്. ഓക്കെ ആണോ മക്കളെ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ 26th വൺ. നോക്കൂ മക്കളെ, മാർജിൻ ഓഫ് സെപ്പൽസ് അല്ലെങ്കിൽ പെറ്റൽസ് ഓവർലാപ്പ് ചെയ്യും വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മക്കളെ, ഒരു ഓവർലാപ്പിങ്ങും ഇല്ലെങ്കിൽ അത് വാൽവേറ്റ് ആണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. നോ ഓവർലാപ്പിംഗ്, ഇത് വാൽവേറ്റ് ആണ്. ഓക്കെ, റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിലോ ട്വിസ്റ്റഡ് ആണ്. ഓക്കെ ഓക്കെ റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ അത് ട്വിസ്റ്റഡ് ആണ്. ഇറഗുലർ ആണെങ്കിലോ ഇറഗുലർ വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഡയറക്ഷൻ. ഇറഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ നമ്മളതിനെ ഇംബ്രിക്കേറ്റ് എന്ന് വിളിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയല്ലേ? വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഡയറക്ഷൻ, നോ റെഗുലർ ഓവർലാപ്പിംഗ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും മക്കളെ? ഇറഗുലർ ഓവർലാപ്പിംഗ് ഇംബ്രിക്കേറ്റ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഇംബ്രിക്കേറ്റ് അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? നോ ഡൗട്ട്, ഇത് കറക്റ്റ് ആൻസർ ഇംബ്രിക്കേറ്റ് അല്ലേ മക്കളെ? അല്ലേ? യെസ്, ഒരു സംശയമില്ല മക്കളെ. 27ാമത്തെ ചോദ്യം നോക്ക്. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എവിടെ? ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ മക്കളെ, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. നടുവിലുള്ള പ്ലാസൻ്റയ്ക്ക് ചുറ്റും ഓവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് അല്ലേ ഫ്രീ സെൻട്രൽ. 2 എക്സാമ്പിളാണ് നമ്മളതിൽ പഠിച്ചിരിക്കുന്നത്. ഒന്ന് ഡയാന്തസ് എന്ന് പറയുന്ന പിങ്ക് ചെടിയും അതേപോലെ തന്നെ ഈവനിങ് പ്രിംറോസും. ഓക്കെ, തോട്ടപ്പൂവും. ഈ 2 എക്സാമ്പിളെ ഫ്രീ സെൻട്രലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഡി പി. അപ്പോൾ ഫ്രീ സെൻട്രൽ ഡി പി നടുവിലിട്ടാൽ അത് ഫ്രീ സെൻട്രൽ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഡയാന്തസ് ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ സംശയമില്ലല്ലോ. ബ്രാസിക്ക എന്ന് പറഞ്ഞാൽ അത് മസ്റ്റാർഡാണ്. മസ്റ്റാർഡ് പെരൈറ്റൽ പ്ലാസന്റേഷനാണ്. ആർജിമോൺ പെരൈറ്റൽ പ്ലാസന്റേഷനാണ്. ലെമൺ ആക്സിയൽ പ്ലാസന്റേഷനാണ്. മക്കളെ, 28ാമത്തെ ചോദ്യം നോക്ക്. ഏത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് മരത്തിൻ്റെ വീതി കൂട്ടാൻ സഹായിക്കുന്നത്? മരത്തിൻ്റെ വീതി കൂട്ടാൻ സഹായിക്കുന്നത് ലാറ്ററൽ മെരിസ്റ്റമാണ് മക്കളെ. ഇൻറ്റർകാലറി മെരിസ്റ്റവും പ്രൈമറി മെരിസ്റ്റവും. മക്കളെ, ഇൻറ്റർകാലറി മെരിസ്റ്റവും പ്രൈമറി മെരിസ്റ്റവും ഒക്കെ എന്താ ലെങ്ത് കൂട്ടാനാണ്. അപ്പം എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ തന്നെ എപ്പിക്കൽ മെരിസ്റ്റവും ഇൻറ്റർകാലറി മെരിസ്റ്റവും പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ലാറ്ററൽ മെരിസ്റ്റം ആണ് ഗർത്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുക. മക്കളെ, 29ാമത്തെ ചോദ്യം നോക്ക്. ഫൈബേഴ്സ്, അനാറ്റമിയിൽ തന്നെ ഫൈബേഴ്സ്. നമ്മൾ സാധാരണ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ സ്ക്ലീറൻ കൈമാറ്റസ് ഫൈബേഴ്സ് ആണ്. ആ സ്ക്ലീറൻ കൈമാറ്റസ് ഫൈബേഴ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ളത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്? കാണാത്ത സ്ഥലം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്? സെക്കൻഡറി ഫ്ലോയത്തിലുണ്ട്, സെക്കൻഡറി സൈലത്തിലുണ്ട്, പ്രൈമറി ഫ്ലോയത്തിലില്ല. ഓക്കെ മക്കളെ, പ്രൈമറി ഫ്ലോയത്തിലില്ല. അപ്പോൾ അതാണ് മക്കളെ കറക്റ്റ് ആൻസർ. ഡൺ മക്കളെ. പ്രൈമറി ഫ്ലോയത്തിൽ ഫൈബേഴ്സ് ഇല്ല എന്ന സത്യം നിങ്ങൾ അറിയണം. മക്കളെ, 30th ക്വസ്റ്റ്യനിലേക്ക് നോക്ക്. ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ലീഫ് കൺസിസ്റ്റ് ഓഫ്. ലീഫിൻ്റെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ മീസോഫിൽ സെല്ലാണ്. ഇലകളുടെ ഉൾഭാഗമാണ് മീസോഫിൽ. ആ മീസോഫിലിനെ കുറിച്ച് പറയുമ്പം മീസോഫില് തിക്ക് വോൾഡ് ആണോ മീസോഫില് തിൻ വോൾഡ് ആണോ? ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ കേസാണ്. മീസോഫിലിനെ കുറിച്ച് നമ്മൾ പറയുമ്പം അത് തിൻ വോൾഡ് ആണ് മക്കളെ, തിൻ വോൾഡ് ആണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. അങ്ങനെയാണെങ്കിൽ 2ാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ലീഫിൻ്റെ അനാറ്റമി എടുത്താൽ. അങ്ങനെയാണെങ്കിൽ റൂട്ടിലെ എൻഡോഡേമസിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എൻഡോഡേമസ് കഴിഞ്ഞ് പെരിസൈക്കിൾ. അപ്പം കോർട്ടെക്സ് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുന്ന ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ് എൻഡോഡേമസ്. ഭരണിയുടെ ആകൃതിയിലായിരിക്കും. അപ്പോൾ ബാരൽ ഇവിടെയുണ്ട്. ഇൻറ്റർസെല്ലുലാർ സ്പേസ് ഉണ്ടെന്നാണ് തെറ്റ്. ഹെക്സഗണൽ അല്ല, ബാരൽ ഷേപ്പ് വിത്തൗട്ട് ഇൻറ്റർസെല്ലുലാർ സ്പേസ്.
മക്കളെ അതാണ് മക്കളെ കറക്റ്റ് ആൻസർ. മൂന്നാമത്തതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. എൻഡോഡെർമിസ് ഭരണി പോലെയാണ്, പക്ഷെ ഇൻറ്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാവില്ല. 32ാമത്തെ ചോദ്യം നോക്കൂ മക്കളെ. ഒരുപാട് വാസ്കുലാർ ടിഷ്യൂസ് അതിങ്ങനെ ചെതറിക്കിടക്കാണ്. നോക്ക്, വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ ചെതറിക്കിടക്കാണ്. കണ്ട, വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ ചെതറിക്കിടക്കാണ്. അങ്ങനെ ചെതറിക്കിടക്കുന്ന വാസ്കുലാർ ബണ്ടിൽസ് ആണെങ്കിൽ അത് ആർക്കാ മക്കളെ കാണുക? മോണോകോട്ട് സ്റ്റെമിനിലെ കാണുക. ആണോ അല്ലയോ? അതെ. അടുത്ത ചോദ്യം നോക്ക്. വലിപ്പമുള്ള എം ടി ആയ നിറമില്ല, നോക്ക് നിറമില്ല വലിപ്പമുള്ള സെൽസ് ആണ്. മോണോകോട്ട് ലീഫിൻ്റെ എഡാക്സിയൽ എപ്പിഡെമിസിലാണ് കാണുക. എഡാക്സിയൽ എപ്പിഡെമിസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ എപ്പിഡെമിസ്. അപ്പർ എപ്പിഡെമിസ് നോക്കൂ മക്കളെ. എഡാക്സിയൽ എപ്പിഡെമിസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ എപ്പിഡെമിസ്. കണ്ട, അപ്പോൾ അപ്പർ എപ്പിഡെമിസിൻ്റെ മുകളിൽ എങ്ങനെയായിരിക്കും കാണുക? ലാർജ് ഫാൻ ഷേപ്പ്. കണ്ട, കളർലെസ് മാസ് ഓഫ് സെൽസ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു സംശയവുമില്ല, അതാണ് മക്കളെ ബുള്ളിഫോം സെൽസ്. വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. വെള്ളമുണ്ടെങ്കിൽ ലീഫ് തുറന്നു വരും. ഇലകളിൽ വെള്ളം, ജലാംശം, വാട്ടർ കണ്ടന്റ് കുറവാണെങ്കിൽ അതെന്ത് ചെയ്യും? റോൾ ചെയ്തു പോകും. റോളിങ്ങിനും അൺറോളിങ്ങിനും സഹായിക്കുന്ന എപ്പിഡെമിസിൻ്റെ അപ്പർ പാർട്ടിൽ കാണുന്ന വലിപ്പമേറിയ സെല്ലുകളാണ് ബുള്ളിഫോം. കാള പോലെ, കാളയുടെ കൂന് പോലെ. അതുകൊണ്ടാണ് ബുള്ളിഫോം സെൽസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 34ാമത്തെ ചോദ്യം നോക്കും മക്കളെ. സ്ക്ലീറൻ കൈമ കൊണ്ടുണ്ടാക്കിയ സ്ക്ലീറിഡ്സ്. നിങ്ങൾക്കറിയാം സിമ്പിൾ ടിഷ്യൂസ് ഉണ്ട്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ആ സ്ക്ലീറൻ കൈമയിൽ 2 കുട്ടികൾ, സ്ക്ലീറിഡ്സും ഫൈബേഴ്സും. അതിൽ സ്ക്ലീറിഡ്സ് ആണ് നമ്മൾ ചിക്കു ഷേക്കൊക്കെ കഴിക്കുമ്പോൾ ഒരു തരിതരിപ്പ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ അത് ഫ്രൂട്ട് ബോൾ ഓഫ് നട്ട്സിൽ കാണും. അതേപോലെ തന്നെ മാംസളമായ ഭാഗം പേരക്കയുടെ, സബർജില്ലിയുടെ, സപ്പോട്ടയിലെ, പയറ് വിത്തിൻ്റെ ഒക്കെ പുറന്തോടിൽ കാണും. അപ്പം മക്കളെ ഇവിടെയൊക്കെ സ്ക്ലീറിഡ്സ് കാണുന്നെങ്കിൽ നമ്മൾ ഓൾ ഓഫ് ദീസ് അല്ലേ പറയേണ്ടത്? യെസ്. സെക്ഷൻ എയിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതൊരു മാച്ച് ദ ഫോളോയിങ് ആണ് എന്നുള്ള സത്യം നിങ്ങൾക്കറിയാം. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. സൈലത്തിൻ്റെ വെസൽസിൻ്റെ പ്രത്യേകത. ഇപ്പം സൈലം വെസൽസിനെ കുറിച്ച് പഠിക്കുന്നവർക്കറിയാം, അതിൻ്റെ ഭിത്തികളിൽ പെർഫറേഷൻസ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. ശരിയല്ലേ? ഇങ്ങനെ പെർഫറേഷൻസ്, ഇതല്ലേ മക്കളെ പെർഫറേഷൻസ്? ഇതല്ലേ പെർഫറേഷൻസ്? അപ്പോൾ പെർഫറേഷൻസ് ഉണ്ട് സൈലം വെസൽസിൽ. അപ്പോൾ പെർഫറേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ പെർഫറേഷൻസ് സൈലം വെസൽസിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യത്തത് 6 ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. വേറൊരു ഓപ്ഷൻ പോലും 6 ഇല്ല. അങ്ങനെയാണെങ്കിൽ ബി നോക്ക്. സൈലം ട്രക്കീറ്റ്സിന് ടേപ്പറിങ് എൻസ് ആണോ? കറക്റ്റാണ്. 2 അറ്റവും കൂർത്തിരിക്കും. 2 അറ്റവും കൂർത്തിരിക്കും. കണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ സി നോക്കൂ മക്കളെ. സി നോക്കൂ. ഒബ്ലിറ്ററേറ്റഡ് ലൂമൻ. ഒബ്ലിറ്ററേറ്റഡ് കണ്ട. അപ്പോൾ അത് ആർക്കാ ഉള്ളത്? അത് ഫൈബേഴ്സിനല്ലേ മക്കളെ? ഒബ്ലിറ്ററേറ്റഡ് ലൂമൻ, പ്രത്യേകിച്ചുള്ള ഒരു ഷേപ്പ് ഇല്ലാത്ത ഉൾഭാഗം. ഓക്കെ, പൊള്ളയായ ഉൾഭാഗം. കാരണം ഫൈബേഴ്സ് ഡെഡ് അല്ലേ, അപ്പോൾ ഒബ്ലിറ്ററേറ്റഡ് ആണ്, ഉൾഭാഗത്തൊന്നുമില്ല. അവസാനത്ത് നോക്കും മക്കളെ. സൈലം പാരങ്കൈമ ഫുഡ് സ്റ്റോർ ചെയ്യും. അതും കറക്റ്റാണ്. അപ്പോൾ 2ാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്, 2ാമത്തത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അതിൽ ഒരു സംശയമില്ല. അപ്പോൾ മക്കളെ സെക്ഷൻ എയിലെ 35 ക്വസ്റ്റ്യൻസ് വലിയ പ്രതിസന്ധി ഇല്ലാതെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ബി നിങ്ങൾക്ക് എങ്ങനെ ഫേസ് ചെയ്തു എന്ന് നോക്കിയാലോ? യെസ്, അപ്പോൾ സെക്ഷൻ ബിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. 36ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ് മക്കളെ. ആദ്യത്തെ നോക്ക്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ടുവേർഡ്സ് ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ്, ഓക്കെ, ആൻഡ് എബവ് ദ ഫ്ലോയം ഇൻ ദ ഫോം ഓഫ് സെമി ലൂണാർ പാച്ച്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഫ്ലോയത്തിൻ്റെ മുകളിലായിട്ട്, അപ്പോൾ ഇതാണ് വാസ്കുലാർ ബണ്ടിൽ. ഈ വാസ്കുലാർ ബണ്ടിൽ ഇതാണ് കാമ്പിയം, ഇതാണ് മക്കളെ ഫ്ലോയം, ഇതാണ് ഫ്ലോയം, ഇതാണ് സൈലം. ഫ്ലോയത്തിൻ്റെ മുകളിലായിട്ട് സെമി ലൂണാർ പാച്ചസ് ആയിട്ട് ഇങ്ങനെ, ലൂണാർ എന്ന് പറയുമ്പം നമ്മുടെ ചന്ദ്രക്കല പോലെ കണ്ട, സെമി ലൂണാർ ചന്ദ്രക്കല പോലെ ഇങ്ങനെ കാണുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഒരു സംശയവും വരരുത്, ഇത് പെരിസൈക്കിളാണ് മക്കളെ. ബണ്ടിൽ ഫ്ലോയത്തിൻ്റെ മുകളിലായിട്ട് കാണുന്നത്. ആ പെരിസൈക്കിൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഡബിൾ ലെയർ അല്ലേ,
അപ്പോൾ ഒരു സംശയവുമില്ല, അത് സ്ക്ലിയറൻകൈമ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒരു കൺഫ്യൂഷൻ പെട്ടെന്ന് വരും, എന്നാലും നമുക്കത് പെട്ടെന്ന് തിരിച്ചെടുക്കാം. ലെറ്റ്സ് മൂവ് ടു ദ 37th ക്വസ്റ്റ്യൻ. മക്കളെ, സെല്ലിലെ സൈറ്റോപ്ലാസം അല്ലേ മെയിൻ അരീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ്? ഒരുവിധം കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടല്ലേ അല്ലേ? അതുകൊണ്ട് മെയിൻ അരീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണെന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. നമ്മൾ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് സമയത്തും തെറ്റ് വരാം, ശ്രദ്ധിച്ച് ചെയ്യണം. നോക്കൂ മക്കളെ, യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് ജനറലി ചെറുതാണ്, എന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് വിശ്വാസമില്ല, കാരണം യൂക്കാരിയോട്ടിക് സെല്ല് ചെറുതല്ല, വലുതാണ്. അപ്പോൾ ഇത് തെറ്റാണ് മക്കളെ, തെറ്റാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്ക്. ഓർഗനൈസേഷൻ ഓഫ് പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഓർഗനൈസേഷൻ സിമിലർ ഈവൻ ദോ പ്രോകാരിയോട്സ് എക്സിബിറ്റ് എ വൈഡ് വെറൈറ്റി ഓഫ് ഷേപ്പ് ആൻഡ് ഫങ്ഷൻ. അത് നമുക്ക് അഗ്രി ചെയ്തുകൂടെ മക്കളെ? പ്രോകാരിയോട്സ് വൈവിധ്യമാകുന്ന ഷേപ്പ്, കോക്കസ് ടൈപ്പിലുള്ള ബാക്ടീരിയ, റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയ, ബാസിലസ്, അതേപോലെ തന്നെ വിബ്രിയോ, ഇങ്ങനെ പല ഷേപ്പുകളിൽ, പല രൂപത്തിൽ, പല ഭാവങ്ങളിൽ കാണും. പക്ഷെ എല്ലാവരുടെയും ബേസിക്കലി സ്ട്രക്ചർ സിമിലർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ് മക്കളെ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ്, നാലാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. സോ 38 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മക്കളെ കറക്റ്റ് ആൻസർ. ലെറ്റ്സ് മൂവ് ടു ദ 39th വൺ. മീസോസോംസിനെ കുറിച്ചാണ്. ബാക്ടീരിയ പോലെയുള്ള പ്രോകാരിയോട്ടിക് സെല്ലിൽ നോക്കൂ, പ്ലാസ്മ മെംബ്രെയിൻ. മക്കളെ, പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് മീസോസോമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർ ദ ഇൻഫോൾഡിങ്സ് കറക്റ്റാണ് ഓഫ് ദ സെൽ മെംബ്രെയിൻ. നമ്മുടെ ചോദ്യം ഇതാണ്, അവർ സെൽ വാൾ ഫോർമേഷന് സഹായിക്കും, ശരിയാണല്ലോ. DNA റിപ്ലിക്കേഷനും റെസ്പിറേഷനും സഹായിക്കും. അപ്പോൾ 1 എക്സാക്ട്ലി സെയിം ആണ്. രണ്ടാമത്തെ നോക്ക്, സർഫേസ് ഏരിയ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ കൂട്ടും. അപ്പോൾ 2 കറക്റ്റ് ആണല്ലോ. മൂന്നാമത്തെ നോക്ക് മക്കളെ, ബോത്ത് പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും ഇത് കാണാം. തെറ്റാണ് മക്കളെ, തെറ്റ്. യൂക്കാരിയോട്ടിൽ മീസോസോംസ് ഇല്ല എന്ന് എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പകരം മൈക്രോവില്ലിയൊക്കെ കാണാം. അപ്പം നാലാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് മൂവ് ടു ദ 40th ക്വസ്റ്റ്യൻ. നോക്കൂ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ. നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലെ പ്രോട്ടീൻസ് 2 തരത്തിലുണ്ട്. 2 തരത്തിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എക്സ്ട്രൻസിക് പ്രോട്ടീൻസ് ഉണ്ട്. എക്സ്ട്രൻസിക് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്നത്. അതേപോലെ ഇൻട്രൻസിക് പ്രോട്ടീൻസ് ഉണ്ട്, ഉള്ളിലേറ്റ് കാണുന്നത്. അപ്പോൾ എക്സ്ട്രൻസിക്കും ഉണ്ട്, എക്സ്ട്രൻസിക്കും ഉണ്ട്, ഇൻട്രൻസിക്കും ഉണ്ട്. അപ്പം മക്കളെ, നമ്മൾ പറയുന്നത് എക്സ്ട്രൻസിക്കിന് നമ്മൾ പെരിഫറൽ എന്നും ഇൻട്രൻസിക്കിന് ഇൻ്റഗ്രൽ എന്നും പറയും. അപ്പം മൂന്നാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. എക്സാക്ട്ലി. ലെറ്റ്സ് മൂവ് ടു ദ 41st വൺ. 41ാമത്തെ നോക്ക് മക്കളെ, കാൽസ്യം പെക്റ്റേറ്റ് വെച്ച് ഒന്നിച്ച് കൂട്ടി നിൽക്കുന്നത്, അതായത് 2 സെല്ലുകളെ അടുപ്പിച്ചു നിർത്തുന്നത്, 2 സെല്ലുകളെ അടുപ്പിച്ചു നിർത്തുന്ന ആ ചാലക ശക്തി, ആ കണ്ടക്റ്റിംഗ് പവർ ഏതാണ്? അപ്പം നമ്മൾ പറയും 2 സെല്ലുകളെ അടുപ്പിച്ചു നിർത്തുന്ന ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഇതൊരു സെല്ല്, ഇത് മറ്റൊരു സെല്ലാണെങ്കിൽ 2 സെല്ലുകളെയും അടുപ്പിച്ചു നിർത്തുന്നത് അതിൻ്റെ ഇടയിലൂടെ വരുന്ന ഒരു മിഡിൽ ലാമെല്ലയല്ലേ? അതിൻ്റെ ഇടയിലൂടെ വരുന്ന ഒരു മിഡിൽ ലാമെല്ലയല്ലേ? ഓക്കെ, ആ മിഡിൽ ലാമെല്ലയിലല്ലേ കാൽസ്യം കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പം മിഡിൽ ലാമെല്ലയാണ് 2 സെല്ലുകളെ കൊണ്ട് അടുപ്പിച്ചിരിക്കുന്നത്, മേഡപ്പ് ഓഫ് കാൽസ്യം പെക്റ്റേറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു നമ്പർ 3. ദ റൈറ്റ് ആൻസർ ഗോസ് ടു നമ്പർ 3. ഓക്കെ ആണല്ലോ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ 42nd ക്വസ്റ്റ്യൻ. 42ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ മൂവ് ചെയ്യാണ് മക്കളെ. എസേർഷൻ ഉണ്ട്, അതേപോലെ തന്നെ റീസൺ ഉണ്ട്. എസേർഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ചില അയോണുകൾ മറ്റു മോളിക്യൂൾസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ഇൻ ദ വാക്യൂൾ. സൈറ്റോപ്ലാസത്തെ അപേക്ഷിച്ച് വാക്യൂളിൻ്റെ ഉള്ളിൽ നോക്കൂ, അയോൺസിൻ്റെ കോൺസെൻട്രേഷനും മറ്റു മോളിക്യൂൾസും കൂടുതലാണ് എന്ന് പറയപ്പെടുന്നു. സത്യമാണത്. വാക്യൂൾ അത് അക്കോമഡേറ്റ് ചെയ്യും. സത്യസന്ധമായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ റീസൺ നോക്കും മക്കളെ, ടോണോപ്ലാസ് ഫെസിലിറ്റേറ്റ്സ്. ടോണോപ്ലാസ് എന്ന് പറഞ്ഞാൽ ആരാ? വാക്യൂളിൻ്റെ മെംബ്രെയിൻ ആണ്. അവനാണ് ട്രാൻസ്പോർട്ട് എ നമ്പർ ഓഫ് അയോൺസ്
മറ്റു മെറ്റീരിയൽസും കോൺസെൻട്രേഷൻ ഗ്രേഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലോവർ ടു ഹയറിലേക്ക് വാക്യൂളിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് പോലും വാക്യൂളിൻ്റെ അകത്ത് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. സത്യസന്ധം അല്ലേ? ആ കുട്ടി പറയുന്നത് സത്യമല്ലേ? ആ കുട്ടി പറയുന്ന എസേർഷനും കറക്റ്റാണ്, ആ കുട്ടി പറയുന്ന റീസണും കറക്റ്റാണ്. അപ്പോൾ എസേർഷനും റീസണും കറക്റ്റാണ്. റീസൺ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ആൻസർ ഫസ്റ്റ് അല്ലേ വരിക? ആൻസർ ഫസ്റ്റ് അല്ലേ വരിക? യെസ്. 43ാമത്തെ ചോദ്യം നോക്കും മക്കളെ. എമൈലോപ്ലാസ്റ്റ് മാച്ച് ദ കോളംസ് ആണ്. എമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ആരാ മക്കളെ? എമൈലോസ് സ്റ്റാർച്ച് അല്ലേ? അപ്പം കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർ ചെയ്യും. എ ഫോർ ആർ. വേറെ ഒരു ഓപ്ഷനിലും AR ഇല്ല. അങ്ങനെയാണെങ്കിൽ BS അല്ലേ എന്ന് ചോദിക്കുന്നു. BS ആണോ മക്കളെ? ക്രോമോപ്ലാസ്റ്റ് കരോട്ടിനോയിഡ് സ്റ്റോർ ചെയ്യും. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്നു CP അല്ലേ എന്ന്. എലിറോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യും. എക്സാക്ട്ലി കറക്റ്റ്. എലയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഓയിൽസും ഫാറ്റും സ്റ്റോർ ചെയ്യും. അപ്പോൾ മക്കളെ മൂന്നാമത്തതല്ലേ ശരി ഉത്തരം? മൂന്നാമത്തതല്ലേ ശരി ഉത്തരം? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ 44th വൺ. മക്കളെ ക്രോമസോമിന് ടെർമിനൽ സെൻട്രോമിയർ ഉണ്ട്. ടെർമിനൽ സെൻട്രോമിയർ എന്ന് പറയുമ്പം മക്കളെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ മുകളിലായിട്ട് നോക്കൂ, ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു സെൻട്രോമിയർ കണ്ട. അങ്ങനെയാണെങ്കിൽ ടീലോസെൻട്രിക് അല്ലേ മക്കളെ? കറക്റ്റ് ആൻസർ ടീലോസെൻട്രിക് അല്ലേ? ആക്രോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആമും കൂടെ മുകളിലുണ്ട്. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ നടുവിലല്ലേ? സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മുകളിലായിട്ട് വരുമെന്ന് മാത്രം. ലെറ്റ്സ് മൂവ് ടു ദ 45th വൺ. മക്കളെ കോളംസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സെൻട്രിയോളിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സെൻട്രിയോൾ എന്ന് പറയുന്നത് മക്കളെ, സെൻട്രിയോൾ എന്ന് പറയുന്നത് 9+0 ആണ്. കാരണം അതിൻ്റെ നടുവിൽ ഒരു ഹബ്ബാണ്. അപ്പോൾ സെൻട്രിയോൾ 9+0 ആണ്. അതേസമയം സീലിയ എന്ന് പറയുന്നത് 9+2 ആണ്. അപ്പോൾ മക്കളെ സീലിയ 9+2 ആണ്. അപ്പോൾ Q ആണ് വരേണ്ടത്. Q വരുന്നത് നോക്കൂ മക്കളെ, Qയിൽ വരുന്നത് 2ലാണ്. Bയിൽ P വരുന്നത് 2 ഓപ്ഷനിലാണ്. അടുത്ത് നോക്ക്, AS വരും. നോക്ക്, കാർട്ട് വീൽ ലൈക്ക് സ്ട്രക്ചർ, കാളവണ്ടിയുടെ ചക്രം പോലെ. സത്യമല്ലേ മക്കളെ? സെൻട്രിയോൾസ് കാളവണ്ടിയുടെ ചക്രം പോലെയല്ലേ? അപ്പോൾ AS ആണ്. അതേപോലെ സീലിയൻ ഫ്ലജല്ല സെല്ലുലാർ മൂവ്മെൻറ്റ് കാണിക്കും. അപ്പം മക്കളെ രണ്ടാമത്തതല്ലേ കറക്റ്റ് ആൻസർ? അപ്പം 45ാമത്തെ ചോദ്യത്തിൻ്റെ യഥാർത്ഥ ആൻസർ 2 ആണ് മക്കളെ, 2 ആണ്. ലെറ്റ്സ് മൂവ് ടു ദ 46th വൺ. നോക്കൂ, എസേർഷനും റീസണുമായിട്ട് ഒരു കുട്ടി വരികയാണ്. അതിൽ എസേർഷൻ നോക്കൂ മക്കളെ. എസേർഷനെ കുറിച്ച് പറയുന്നത് വയറോയിഡുകൾ പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. വയറോയിഡുകളാണ് ഉരുളക്കിഴങ്ങിൻ്റെ ഉരുണ്ട ഷേപ്പിനെ പെൻസിലിൻ്റെ ആകൃതിയിൽ വര പോലെ വയറോയിഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. അത് കറക്റ്റാണ്. അങ്ങനെയെങ്കിൽ ആ കുട്ടി പറയുന്ന റീസൺ ശരിയാണോ നോക്ക്. ഡൈനർസൈപ്പ് ഒരു പുതിയ ഇൻഫെക്ഷൻ ഏജൻറ്റ് കണ്ടുപിടിച്ചു. അതൊക്കെ സത്യമാണ്. ദാറ്റ് വാസ് സ്മോളർ ദാൻ വൈറസ്. അതും സത്യമാണ്. അവരുടെ ജെനറ്റിക് മെറ്റീരിയൽ DNA തെറ്റ്. അബ്സല്യൂട്ട്ലി റോങ്. അവരുടെ ജെനറ്റിക് മെറ്റീരിയൽ ഒരിക്കലും DNA അല്ല. ലോ മോളിക്കുലാർ വെയിറ്റുള്ള RNA ആണ് മക്കളെ. RNA ആണ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എസേർഷൻ കറക്റ്റാണ് മക്കളെ. പക്ഷെ റീസൺ തെറ്റിപ്പോയി. അതാണ് മക്കളെ കറക്റ്റ് ആൻസർ. റീസൺ തെറ്റിപ്പോയി. അപ്പം മൂന്നാമത്തതല്ലേ കറക്റ്റ് ആൻസർ? നോക്കൂ, 47ാമത്തെ ചോദ്യം നോക്കൂ മക്കളെ. 47 എസേർഷൻ നോക്കൂ മക്കളെ. സെല്ലിൻ്റെ ഗ്രോത്ത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇൻ ടേംസ് ഓഫ് സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ്. പ്ലാൻ ഗ്രോത്ത് പഠിച്ച നിങ്ങൾക്ക് ഇതൊരു പ്രതിസന്ധിയില്ല. സെല്ലിൻ്റെ ഗ്രോത്ത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സൈറ്റോപ്ലാസത്തിൻ്റെ ഇൻക്രീസ്. സത്യസന്ധമായ സ്റ്റേറ്റ്മെൻറ്റ്. കുട്ടി പറയുന്ന റീസൺ ഒന്ന് നോക്കും മക്കളെ. DNA സിന്തസിസ് ഒക്കേഴ്സ് ഓൺലി ഡ്യൂറിങ് 2 സ്പെസിഫിക് സ്റ്റേജസ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഒരൊറ്റ സ്റ്റേജിലല്ലേ? ഡിവിഷൻ തുടങ്ങുന്നതിന് മുമ്പല്ലേ DNA സിന്തസിസ് നടക്കുക? അങ്ങനെയാണെങ്കിൽ വീണ്ടും എസേർഷൻ ട്രൂ ആയി. റീസൺ തെറ്റിപ്പോയി. അപ്പോൾ 3 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? വീണ്ടും എസേർഷൻ റീസൺ ആണ് മക്കളെ. വീണ്ടും എസേർഷൻ റീസൺ. എസേർഷൻ നോക്കിയാലോ. കുട്ടി പറയുന്നത് ചൈന റോസിൻ്റെ സ്റ്റേമൻ മോണോഡെൽഫസ് കറക്റ്റാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ പ്രത്യേകത
എല്ലാവർക്കും അറിയാം. ദാ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, ദാ ഇങ്ങനെ 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 തൂങ്ങി വരും. അല്ലേ 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 അല്ലേ? അപ്പോൾ ഒരൊറ്റ സ്റ്റോക്കിൽ സ്റ്റേമൻസ് എല്ലാം കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിടക്കും. സ്റ്റേമൻസ് എല്ലാം കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിടക്കും. കറക്റ്റാണ്. അടുത്ത് നോക്ക് മക്കളെ, റീസൺ പറയും നോക്ക്. ഫിലമെന്റ്സ് ഓഫ് സ്റ്റേമൻസ് ആർ യുണൈറ്റഡ് ടു ഫോം വൺ ബഞ്ച്, അല്ലെങ്കിൽ ഒരു ബണ്ടിൽ. ആന്തേഴ്സ് ആർ ഫ്രീ. മക്കളെ അത് കറക്റ്റ് അല്ലേ? നോക്ക് ആന്തർ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. കണ്ട തള്ളി നിൽക്കുന്നത് കണ്ട. അപ്പൊ ഫിലമെന്റ് യുണൈറ്റഡ് ആണ്, ആന്തർ ഫ്രീ ആണ്. അപ്പൊ മക്കളെ ഇത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ ശരിയായ ആൻസർ നോക്കും മക്കളെ. അസേർഷനും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. റീസൺ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? 49ാമത്തെ ചോദ്യം നോക്കും മക്കളെ. എം ഫേസിനെ കുറിച്ച് പറയുമ്പം എം ഫേസിൽ ന്യൂക്ലിയർ ഡിവിഷനാണ് ആദ്യം നടക്കുക. ക്രോമസോം സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് എന്ത് വിളിക്കും? ന്യൂക്ലിയസ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് കാരിയോകൈനസിസ് എന്നല്ലേ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എൻസ് വിത്ത് ദ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, അതിനെ സൈറ്റോകൈനസിസ് എന്നല്ലേ വിളിക്കുക. മൂന്നാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ പതറില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, 2 ലാറ്ററൽ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ലീഫിന്റെ ബേസിലുണ്ട്, അതിനെ സ്റ്റിപ്യൂൾ എന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. നോക്ക്, ദാ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 എണ്ണം, ഇതിനെ സ്റ്റിപ്യൂൾ എന്ന് വിളിച്ചൂടെ? ശരിയാണ്. സ്റ്റിപ്യൂൾ എപ്പോഴും നമ്മുടെ ലീഫിന്റെ ബേസിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാണും. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആർക്കൊരു തർക്കമില്ല, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് മക്കളെ. രണ്ടാമത്തെ നോക്ക് മക്കളെ. ചില ലെഗ്യൂംസിൽ, എല്ലാ ലെഗ്യൂംസിലും അല്ല, ലീഫിന്റെ ബേസ് വീർത്ത് വരും. അങ്ങനെ വീർത്ത് വന്ന ശേഷം നോക്കൂ, ഇതിനെ പൾവൈനസ് ലീഫ് ബേസ് വിളിക്കും മക്കളെ. അതിനെ പൾവൈനസ് ലീഫ് ബേസ് വിളിക്കും. കണ്ട, പൾവൈനസ് ലീഫ് ബേസ്. ഇതൊക്കെ ലീഫാണ് മക്കളെ, കണ്ട, ഇതൊക്കെ ലീഫാണ്. അപ്പം ലീഫിൻ്റെ ബേസിലായിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കും. അതിനെ പൾവൈനസ് ലീഫ് ബേസ്. കറക്റ്റാണോ മക്കളെ? എക്സാക്ട്ലി കറക്റ്റാണ്. അപ്പം 2ഉം കറക്റ്റായ സ്ഥിതിക്ക് 1ഉം കറക്റ്റാണ്, 2ഉം കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. മക്കളെ അതോടുകൂടി നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, 50ൽ 50ഉം എളുപ്പമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. ഫുൾ മാർക്ക് സ്കോർ ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് മക്കളെ. സോ താങ്ക് യു ആൾ ഫോർ ദിസ് വണ്ടർഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന വിശ്വാസത്തിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.